പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. അമ്മയ്ക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടാ ചേച്ചി? അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലടാ. അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നാത്ത അപ്പ അങ്ങ് പറഞ്ഞു തീർക്കും. അക്കത്തൊന്നുമില്ല. വേറെ അടുത്ത് അമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ എൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്. വേറെ ആരോടും ദേഷ്യമില്ലെന്ന് മാമനോട് ആരാ പറഞ്ഞേ? എൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്. എന്നെ പിന്നെ അമ്മൂമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. പക്ഷെ മാമൻ്റെ അടുത്ത് അങ്ങനെയല്ല കേട്ടാ. ഈ ഇടയ്ക്കാണ് ദേഷ്യം തുടങ്ങിയത്. മാമ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒട്ടുമിക്ക അമ്മമാർക്കുള്ളൊരു പ്രശ്നമാണ് ഈ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞാലേ അവരോട് ചെറിയൊരു ദേഷ്യം ഉണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, ഓവർ പൊസസീവ്നെസ്, സ്നേഹം കൂടുതൽ കൊണ്ടാണ്. അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സിദ്ധുവിന്റെ അമ്മയ്ക്ക് സിദ്ധുവിനോട് ദേഷ്യം ഉണ്ടാവുമല്ലോ. സിദ്ധുവിന്റെ അമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ല. കാരണം സിദ്ധു കെട്ടിയത് എന്നെ പോലത്തെ ഒരു മുത്തിനെയാണല്ലോ. ലച്ചു, നിനക്കിങ്ങനെ സ്വയം ഇങ്ങനെ പൊക്കി സംസാരിക്കാൻ എങ്ങനെ തോന്നണത്? സത്യം, ഞാനും കേശു എപ്പോഴും ഈ കാര്യത്തിനെ പറ്റി പറയാറുണ്ട്. നല്ല രാത്രിയും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. ചേച്ചിക്ക് ഈ സ്വയം പൊക്കി സംസാരിക്കുമ്പോൾ ചെയ്യും പോലെ ഉളുപ്പ് തോന്നാറില്ല? ഇല്ല, തോന്നില്ല. കാരണം ഈ വിവേകില്ലാത്തവരാണല്ലോ ഇങ്ങനെ സ്വയം പൊക്കി വർത്താനം പറയുന്നത് തന്നെ. പിള്ളേരെ എന്തോന്ന് പിള്ളേരെ ഇത്? ഞാൻ ചേച്ചിയും കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. അപ്പൊ അതിനിടയ്ക്ക് വന്നിട്ട് അവള് വന്നിട്ട് വിഷയം മാറ്റി അവള് സ്വയം പൊങ്ങി ഒരിടത്ത് കയറിയിരുന്നു. അപ്പൊ നിങ്ങൾ വന്ന് അവളെ വിളിച്ച് താഴെ ഇട്ടു. ഒരു കാര്യം സംസാരിക്കാൻ സമ്മതിക്കില്ല വീടിൻ്റെ അകത്ത്. അപ്പൊ കയറി വന്നോളും എല്ലാരും കൂടെ. കയറി വന്നെങ്കിൽ ഉണ്ടല്ല ലച്ചുവിനെ ചവിട്ടിയെടുത്ത് കുഴിപ്പള്ളത്ത് കളഞ്ഞേനെ. ശ്രീകുട്ടാ, ഇത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിരം പ്രശ്നം. നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് മുക്കുന്ന് മൂലെന്നൊക്കെ ഇങ്ങനെ തലയിട്ട് നോക്കിയിട്ട് കയറി ഇങ്ങ് വരും. എന്നിട്ട് നമ്മൾ സംസാരിച്ചിരിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറ്റി അവർ വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകും. അതിങ്ങനെ ഹൈപ്പിൽ വെച്ചിട്ട് നമ്മുടെ ആ പ്രധാനപ്പെട്ട വിഷയം മുക്കിക്കളയുകയും ചെയ്യും. വേദം അറിഞ്ഞിരിക്കണമെന്ന് പറയാനില്ല, പക്ഷെ വേദിയെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? വേദി അറിയാതെ ഒന്നും സംസാരിക്കുന്ന വിവരദോഷികളാണ് ഞങ്ങളെന്നാണ് അപ്പൊ മാമൻ പറഞ്ഞ രത്ന ചുരുക്കം. രത്ന ചുരുക്കമല്ല, തങ്കപ്പതക്കം. ഇറങ്ങി പോടാ അവിടെ നിന്ന്. കുട്ടുമാമ പോവാൻ പറഞ്ഞില്ലേടേ, പൊയ്ക്കൂടെ? മാങ്ങാന്നും പറഞ്ഞോണ്ട് എന്തിനാ ഈ മാങ്ങ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കണേ? പോവാൻ പറയാണ്ട് ഇറങ്ങി പൊയ്ക്കൂടെ? ഓഹോ, ശിവ വാ. എന്തോന്ന് ശിവ വാ, നീ വേണേ പോ, അവള് ഇവിടെ കേട്ട്. ശിവ വാ. എന്ത് ചേട്ടൻ വിളിച്ചിട്ട് പോവാത്ത എന്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. അത് പിന്നെ കുട്ടുമാവൻ ഗൗരിവാന്ന് വിളിക്കുമ്പോ അമ്മായി വന്നില്ലെങ്കിൽ എങ്ങനെ ഉണ്ടോ? അത്രേ ഉള്ളൂ. പോ ചെല്ലിപ്പോ മതി. അപ്പൊ ഞാൻ നിക്കണോ അതോ പോണോ? ഇല്ല, ഒരു ഓട്ടോറിക്ഷ വിളിച്ചു തരട്ടാ. എന്തിന്? കുഴിപ്പള്ളത്ത് പോകാൻ വേണ്ടി. മാമനെ എന്റെ അടുത്തോട്ട് വരും. ഷോ എന്റെ പൊന്നു ചേച്ചി, എന്തോന്നിത്? ഒരു അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ട് വന്ന എന്താണ്? അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ദേഷ്യം, ഭയങ്കര ദേഷ്യം. അപ്പൊ സംഭവം എന്താന്ന് വെച്ചിരുന്നാല്, അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും നിന്റെ സ്വഭാവം അത്ര അങ്ങോട്ട് പിടിക്കണില്ല. ബാലു, അത് ശരി, ഇവിടെ ഇരിക്കണ്ടായിരുന്നല്ലോ. എത്ര കേട്ടോ മുങ്ങിയ ബാലേ. എടാ കേശു, എന്തമ്മ? അച്ഛനോടെ പോയടാ. അച്ഛൻ തോല്ലി ഇവിടെ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ നിന്നോട് ചോദിച്ചാ അവിടെ പോയത്? ഇല്ല, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിന്ന് മറ്റേ സൈറ്റിലൊന്നും പോണില്ലെന്നാണ് പറഞ്ഞത്. കുറെ കണക്ക് നോക്കാനുള്ളതുകൊണ്ടേ. ഇവിടെ പോയത് എന്റെ അച്ഛനെ കാണാനില്ലേ? ഇല്ല. വിളിച്ചു നോക്ക്. വിളിച്ചേ? വീട്ടിലില്ലല്ലോ അല്ലേ? വിളിച്ചിട്ട് കേട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ വിളിയേക്കൂലേ? അച്ഛോയ്, അച്ഛൻ എവിടെ മുങ്ങിയത്? അല്ല പിന്നെ പറയാതെ ഇറങ്ങി പോണതിന് മുങ്ങലെന്നല്ല പറഞ്ഞിട്ട് പറയും. അച്ഛൻ എവിടെ നിന്ന് പറയാ? വെച്ചിട്ട് പോവാനമ്മ, വെച്ചിട്ട് പോകാൻ പറയണമ്മ. ഹലോ, കൺട്രാക്ട് കം സൂപ്പർവൈസർ കം ലേബർ കം ബാലു എവിടെയാണ്? എവിടെ? ലഡാക്കിലോ? ഓ, അപ്പൊ ജമ്മു കാശ്മീർ അടുത്തായിരിക്കുമല്ലോ. അല്ല, വരുമ്പോ കുറച്ച് ആപ്പിളും കൂടെ മേടിച്ചിട്ടുണ്ട് വരെ. ഓ, പടവലും കിട്ടുമോ അവിടെ? ആ, എന്നാ പിന്നെ കുറച്ച് കൂടുതൽ മേടിച്ചേക്ക്. അല്ല, കുറച്ച് നമുക്ക് നെയ്യാറ്റിക്കലിന് കൊടുത്തു വിടാം. എവിടെയാണെന്ന് പറ മനുഷ്യ വേട്ടെന്ന്. കട്ട് ചെയ്ത് ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. എന്താ സ്വിച്ച് ഓഫാ? സ്വിച്ച് ഓഫാ? ആ ചേച്ചി, കുറച്ചു മുന്നേ ബാലുച്ചേട്ടനെ ഭാഷനെ വിളിച്ചോണ്ടിരിക്കണ കേട്ട് ഭയങ്കര ചിരിയും തമാശയൊക്കെ ആയിരുന്നു.
പിന്നെ കാണാൻ മച്ചമ്പിന്നും പറഞ്ഞിട്ട്. തൊലഞ്ഞ് നിന്റെ അടുത്ത് പറയാത്തെന്തത്? ഞാൻ ഇതൊന്നും അറിയണില്ല. ഓ അത് ശരി. ഇന്നലെ ഞാനും അച്ഛനെയും ഭാഷങ്ങളെ ആ ഗേറ്റിനടച്ച് സംസാരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്ന്. അപ്പൊ ഇങ്ങനെ അടിപൊളി നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് ഒറ്റ പോക്ക്. അവര് പിന്നെ ഇങ്ങനെയാണല്ലോ. ഇന്ന് തല്ലും ബഹളവും അടിയും വഴക്കുമായിരിക്കും, പിറ്റേ ദിവസം മച്ചാനെ അളിയാന്ന് പറഞ്ഞ് ഫുൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. കേശുവേ പെട്ടെന്ന് വിട്ടോ ബാസണിന്റെ വീട്ടിലേക്ക്. ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. ചെല്ലേ. ഞാൻ താണ്ട അവിടെ എത്തിക്കഴിഞ്ഞ്. ഞാൻ വരണോ? വേണ്ട അളിയാ. വേണ്ട അളിയാന്ന് ചേട്ടാ, ഇനി എത്തിയ അളിയാന്ന്. എവിടുത്തെ എരിയതേടെ ഇത്? ഞങ്ങള് ചേട്ടനീത്തി ബോണ്ട് അല്ലല്ലോ കുട്ടുമാമ, ഞങ്ങൾ അളിയാ മച്ചമ്പി ബോണ്ടല്ലേ. അതെ, കുറച്ച് കഴിയുമ്പോ കാണാം ആ ബോണ്ട്. അതെ കാണാം. എന്നിട്ട് കണ്ണു തുറന്ന് നോക്കിയാൽ മതി, ജീവിത അവസാനം വരെ കാണാൻ പറ്റും. ചേച്ചിയുടെ കണ്ണൊന്ന് തെറ്റിയ അളിയൻ കൂട്ടം തെറ്റിയ മാണിനെ പോലെ കുന്നും മേടും അലഞ്ഞ് തിരിഞ്ഞു കളയും. നിനക്കായിട്ട് തന്നെ വച്ചിരുന്നല്ല ഇങ്ങനെ ഒരു അത്ഭുത പിറവിയെ. പാവ എന്റെ അച്ഛൻ തേൻപഴയാന്നും പറഞ്ഞെടുത്ത് ചാടിയതാ, പക്ഷെ ആസിഡ് വഴിയായിപ്പോയി. പാവ ഇപ്പൊ വെന്തുരുകുക. ലച്ചുമോളെ അമ്മ എടുത്ത് വേണ്ട കേട്ടാ വളഞ്ഞ വർത്താനം. എന്തോന്നമ്മ, അമ്മയുടെ ദേഷ്യം കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കുത്തി കുത്തി പറയണേ. സ്നേഹം കൊണ്ടാ. ഞാനും അങ്ങോട്ട് സ്നേഹിക്കും. ലച്ചു ആരെങ്കിലും പിന്നെ പറയാം. എന്താണ് അമ്മാട്ടിയും മരുമോളും അടുത്ത പരിപാടി? അതെ, ഞങ്ങൾ അമ്മായും മരുമോളൊന്നും അല്ല, ഞങ്ങൾ അളിയൻ മച്ചമ്പി ബന്ധമാണ്. അല്ലേ ലച്ചു? പിന്നെ അല്ലാണ്ട് അമ്മ ഇങ്ങ വന്നേ. ആ പരിസരത്ത് കണ്ടുവരുത്. അങ്ങോട്ടോടെ ഓ തന്നെ ശരിയടേ. ചേച്ചി, ഞാൻ അതല്ല ആലോചിക്കണത്. അമ്മ രാവിലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാരണം എന്താണ്? എത്ര ആലോചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പിടികിട്ടണില്ല. അത് നീ എന്തൊന്നും മിണ്ടാതെന്ന് പൊക്കളയണത്? എന്ത് മക്കളെ ചിരിക്കണ്? എന്ത് അല്ല എന്ത് ഒന്നില്ല, പറഞ്ഞിട്ട് പോ. ഇന്ന് എനിക്ക് ചിരിച്ചോടെ. അല്ല പറഞ്ഞിട്ട് പോടി. വേണ്ടെന്നേ. ചേട്ടനെ നോക്കിപ്പോയ കേശുവിനെ കാണാനല്ലേ ചേച്ചി? അവനെ ആ അവസരം മുതലെടുത്തേ ആ ചീനുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും. ഇങ്ങോട്ട് വരട്ടെ അവൻ. ആദ്യം അവന്. ഇവിടെ ആർക്കും വീട്ടിലിരിക്കണ ഇഷ്ടമല്ലേ? ഓ എല്ലാം അത് തന്നെ. ചെറുതും വലുതും ഒക്കെ ഒരു ഇച്ചിരി സമയം കിട്ടാ ചാടി പുറത്തിറങ്ങും. ലച്ചുവേ, ആ കറിയടപ്പത്ത് ഇരിപ്പുണ്ട് കേട്ടാ. ഈ ഫോണും നോക്കി ഇരുന്ന് കറി ശ്രദ്ധിക്കാണ്ടിരിക്കല്ലേ. ആ അല്ലെങ്കിൽ വയം പൊളിച്ചിരിക്കാം അവിടെ. ആ ടോണ് കേട്ടാ അറിയാം ഫോണിലായിരിക്കും. ലച്ചുവേ, കറിയുടെ ടേസ്റ്റ് ഡിഫറെന്റ് ആക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തൊക്കെ വാരിക്കൂരി അതിനകത്ത് ഇട്ടേക്കരുത്. ഇച്ചിരി മല്ലിപ്പൊടി കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ കൊഴുത്തേനെ. നീ കൊഴുപ്പിക്കുന്നില്ല ഞാൻ. ആ സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ചേച്ചി, ലച്ചു ഉണ്ടാക്കണ ചില സാധനങ്ങൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ. ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അവളുടെ അഹങ്കാരം അതാണ് സഹിക്കാൻ പറ്റാത്തത്. പക്ഷെ അവളിവിടെ ഉണ്ടെങ്കിൽ ഒരു രസമൊക്കെ ഉള്ളൂ. ആ അത് പറഞ്ഞപ്പോഴാണ്. അവളൊരു കാന്താരി രസം ഉണ്ടാക്കും. സൂപ്പറാണ്. അമ്മ അതെന്ത് പറ്റിപ്പോ അമ്മയെ കുറിച്ചൊക്കെ ആലോചിക്കാൻ? ചേച്ചി കാണ അമ്മ. അമ്മ ഇരിയമ്മ. എന്ത് പറ്റി അമ്മ? അമ്മ ഇപ്പൊ വിളിക്കാതെ ഒക്കെയാണല്ലോ വരണത്. ശ്രീകുട്ടനും പിള്ളേരും ഒക്കെ എന്തിയ മോളെ? ഉള്ളിലുണ്ട്. ഇരിക്കമ്മ. ബാലുവിടെ? ഓ അതൊന്നും പറയണ്ട. നിന്ന് ഇപ്പം അങ്ങോട്ട് ഓടിപ്പോയി. ഇപ്പൊ ബാലുവിനെ അന്വേഷിക്കാനായിട്ട് കേശുവിനെ വിട്ടേക്കാം. അവന് വരട്ടെ. അമ്മ അച്ഛനാ? ഓ അച്ഛൻ അവിടെ ഓരോ ജോലിയായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പൊ എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നു. അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ അമ്മ? അതുമല്ല ആരോഗ്യസ്ഥിതി കുറച്ച് മോശമല്ലേ? ഓ ഇവിടെ അച്ഛൻ ഒറ്റയ്ക്ക് കഴിക്കുന്നതാ ഇഷ്ടം. പിന്നെ ഞാൻ ആഹാരമൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അയ്യോ, ഫ്രിഡ്ജിൽ വെച്ചാ? അച്ഛൻ ഈ ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടാക്കി കഴിക്കണ ഇഷ്ടമല്ലല്ലോ. ആ നേരത്തെ അങ്ങനെയൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ കഴിച്ചോളും. പിന്നെ സാഹചര്യമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാനും കൂടെ പഠിക്കണമല്ലോ. ഇതാരീ വന്നേക്കുന്നേ? ഈയിടെയായിട്ട് സർപ്രൈസ് തരൽ കുറച്ച് കൂടുതലാണല്ലോ. എങ്ങനെ വന്നേ? ഓ ഞാൻ ബസ്സിനും ഓട്ടോയിലും ഒക്കെ ആയിട്ട് ഇങ്ങ് പോന്നേ. വല്ല കഴിച്ചായിരുന്നോ? ഓ കഴിക്കാനൊന്നും വേണ്ട, എനിക്കൊരു കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു. നമുക്ക് എത്ര കട്ടൻ ചായ വേണമെങ്കിലും ഞാൻ ഇട്ട് തരാം. ഇപ്പൊ തരും. അവിടെ ആ കറി കരിഞ്ഞ് പുകഞ്ഞിട്ടുണ്ടാവും. അയ്യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താണ് മുഖത്തൊരു തെളിച്ചില്ലാത്ത? ഓ അതൊന്നുമില്ല, യാത്ര ചെയ്തതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും. തെളിച്ചുണ്ടാക്കാനായിരിക്കും വന്നായിരിക്കും. ഞാൻ എന്നാ കട്ടൻ ചായ ഇടാ. കടുപ്പം കൂട്ടി വേണേ. അമ്മ എന്ത് പ്രശ്നം? മുഖം വല്ലാണ്ടിരിക്കണം. ഓ പ്രശ്നമൊന്നുമില്ലടി. എനർജി ഇല്ലല്ലോ. ഓ എനർജി യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ കൊച്ചേ? ആ കയറി കയറി പറഞ്ഞിട്ടുണ്ട്. അല്ല അല്ലെങ്കിൽ വരുമ്പോ എന്താണ് ഇങ്ങനെയൊക്കെയായിരുന്നു. എടി നീ കട്ടൻ ചായ എടുക്ക, എനിക്ക് വെള്ളം കുടിക്കാഞ്ഞിട്ട് വയ്യ. അച്ഛനായിട്ട് വല്ല ഒന്നുമില്ലല്ലോ? ഓ ഒന്നുമില്ല. നീ എടുത്തേ, ഇതെടുത്തേ. നാട്ടുകാരായിട്ട് വല്ലതും? അല്ല പറയാൻ പറ്റില്ലല്ലോ, അമ്മയല്ലേ. അല്ല വല്ല തെങ്ങാറാൻ വന്ന ആരായിട്ടെങ്കിലും? ഓ ഒന്നുമില്ല, മുട്ട് വയ്യാതാണോ?
തെങ്ങ് കയറാനാ? അല്ല തെങ്ങ് കയറാൻ വന്ന ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്നാ വാ പോവാ. പറഞ്ഞോളൂ, ഇതെന്തിനാണ്? അവിടെ കൊണ്ടുവച്ചിട്ട് വാ. അമ്മ എന്താ മോനെ? കഴിച്ചാ അമ്മ? ഇല്ല, കഴിച്ചില്ല. ഏ എനിക്കിപ്പോ വേണ്ട മോനെ. ഞാൻ രാവിലെ വന്നപ്പോഴേ താമസിച്ചല്ലേ കഴിച്ചത്, അതുകൊണ്ട് വിശപ്പില്ല. എന്റെ രാത്രി കഴിക്കാം. രാത്രി കഴിക്കണം. ഇപ്പൊ കുറച്ചെങ്കിലും എന്തെങ്കിലും കഴിക്കണം, കഞ്ഞിയെങ്കിലും കുടിക്കണം. വേണ്ട മോനെ. മോൻ കഴിച്ചോ? ഞാൻ കഴിച്ചു. പാവം ചേച്ചി ഇതുപോലെ തന്നെ എത്ര കഴിക്കാൻ പറഞ്ഞിരുന്നാലും കഴിക്കുകയില്ല. ചോറിനൊക്കെ എന്തുമാത്രം കറികളെന്നറിയാം ഉണ്ടാക്കണേ. കുറച്ച് കറി മതി എന്ന് പറഞ്ഞ് പോരാ, ഉണ്ടായിക്കൊണ്ടേരി. എന്തമ്മ വയ്യേ? ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ലേ. വയ്യെങ്കിൽ അമ്മ കഷായ ആശുപത്രിയിൽ പോയിട്ട് തൈലം എല്ലാം വാങ്ങിച്ച് പെരണം. നേരത്തെ ഇരുന്ന ഡോക്ടറെ നല്ല മിടുക്കനായിരുന്നു. എന്ത് നല്ല പെരുമാറ്റമായിരുന്നറിയാവോ. അങ്ങേരെ കണ്ടു കഴിയുമ്പോഴേ നമ്മുടെ പകുതി അസുഖം മാറുമായിരുന്നു. ഓ, എന്തൊക്കെ പറയാലും അമ്മയുടെ മുട്ടുവേന മാറില്ല. അതെന്തെന്നറിയാമോ? നമ്മൾ അസുഖം മാറില്ല എന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചു കഴിഞ്ഞിരുന്ന എത്ര മരുന്ന് കഴിച്ചിരുന്നാലും എത്ര തൈലം പുരട്ടിയാലും മാറായില്ല. അത് പറഞ്ഞ ശരി തന്നെ. എന്തു പറ്റിയമ്മാ? ഒന്നൊന്നും മിണ്ടാതെ നിൽക്കണേ. വന്നപ്പോ തൊട്ട് ഞാനും ശ്രദ്ധിക്കണതാണ്, എവിടെയോ ഒരു കളതരമുണ്ട്. എന്ത് കള്ളത്തരം? എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ മിണ്ടായിരുന്നെന്നുള്ളതേ ഉള്ളൂ. നീ നിന്റെ ജോലി നോക്കി പോയല്ലോ. ആ, ഇപ്പോഴാണ് അമ്മൂമ്മയുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് എത്തിയത്. രാവിലെ വന്നപ്പോ തൊട്ട് എന്തൊരു ശാന്തമായിരുന്നു. മക്കളെ, അമ്മമ്മ നമ്മളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് വെറുതെ വിട്. ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. നിങ്ങളെല്ലാം കൂടെ ചുറ്റും നിന്ന് എന്റെ സ്വസ്ഥത കളയല്ലേ. മക്കളെ ഒന്ന് പോ. ചേടാ, ഇതിപ്പോ എന്തെങ്കിലും പറഞ്ഞാലും കുറ്റം, പറഞ്ഞില്ലെങ്കിലും കുറ്റം. ശിവ, ഇനി മേല ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. നിങ്ങൾ ഇവിടെ സംസാരിക്കണോ? ആരെങ്കിലും വിളിച്ചായിരുന്നാ? ഇല്ലല്ലോ. അത് തന്നെ, ചുമ്മാ എല്ലാ കാര്യത്തിനും ഇടിച്ചു കയറി വന്നോളൂ. എന്നിട്ട് അവരുടെ ന്യായീകരണം കുറ്റപ്പെടുത്തലും നമ്മൾ കേട്ടോണ്ടിരുന്നോ. മോ ആ, എന്തായി അച്ഛനെ കണ്ട? എവിടുന്ന്? ബാസ്യങ്ങളുടെ വീട്ടിൽ പോയി തപ്പി, കണ്ടില്ല. അവനെ ജംഗ്ഷനിൽ പോയി നോക്കി, അവിടെയും കണ്ടില്ല. പിന്നെ അവിടെ അച്ഛൻ കിടന്ന് കറങ്ങണത് കണ്ടവർ കുറേ ഉണ്ട്. ബാസേണ കണ്ടതേ? ബാസ്യങ്ങളുടെ വീട്ടിലുണ്ട്. ഞാൻ ചെന്നപ്പോ തന്നെ ചാടി വീണ്. എന്താ മക്കളെ പ്രശ്നം എന്ന് ചോദിച്ചു. ചാടി വീണോ? എന്തോ വശപ്പശ കൊണ്ടല്ലോ. അതല്ലേലും ബാസ്യങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ അങ്ങനെ തന്നെ. അയ്യോ, അവന്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. അവൻ ഇവിടുന്ന് പോകാതെ ബാല നന്നാവുമെന്ന് വിചാരിക്കണ്ട. അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കണോ അമ്മ? ആദ്യം നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർ നന്നാവട്ടെ, പിന്നെ മറ്റുള്ളവരെ നന്നാക്കിപ്പിക്കുക. അത് തന്നെ. ഓഹോ, അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം എല്ലാം അച്ഛൻ്റെ പിള്ളേക്ക് കൊണ്ട് നോക്കണല്ലേ? അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എപ്പോഴും. ഒന്ന് പതുക്കെ പറയടാ. ഓ, അച്ഛനെ പറഞ്ഞപ്പോ അവനങ്ങ് കൊണ്ടു. ഓ, എനിക്ക് കൊണ്ട് അമ്മൂമ്മ ഞാൻ കൊറേ വർഷമായി വന്നിട്ട്. അതുപോലെ തന്നെ വന്നപ്പോ നല്ല കലിപ്പിലാണല്ലേ? ആർക്കാടാ കലിപ്പ്? പറയടാ, ആർക്കാടാ കലിപ്പ്? അമ്മ വാ വാ വാ. കഴിച്ചില്ലല്ലോ അമ്മ? ഒന്നും വാ, കഴിക്കാം. വാ കഴിക്കാം. എന്താ? ഞാൻ എവിടാന്ന് അറിഞ്ഞിട്ട് എന്തിനാ? ഇതുവരെ ഇങ്ങോട്ടൊന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഓ, പേടിച്ചു പോയി ഇല്ലയോ? ഓ, കുട്ടമ്പിള്ള ജമ്മി അങ്ങനെ പേടിക്കുന്ന ആളൊന്നും അല്ലല്ലോ. എനിക്കറിയാം. ഞാൻ എവിടാന്ന് അറിഞ്ഞിട്ടേ ഇങ്ങോട്ടൊന്ന് എന്നെ വഴക്ക് പറയാനില്ലയോ. അങ്ങനെ ഇപ്പൊ വേണ്ട. നിങ്ങൾ ഫോൺ വെച്ചേ. എന്താ? ഇതെവിടെ ഇരിക്കുന്നു? ഞാൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നോട്ടെ. ആരാ ഫോൺ ചെയ്തമ്മ? ഞാൻ ആരെയും വിളിച്ചില്ല. ഓ, ഇങ്ങോട്ട് വന്നതാ? രാധകുഞ്ഞമ്മേ? വല്യമ്മേ? രാധകുഞ്ഞമ്മേ അവരൊന്നും ഇങ്ങോട്ട് വിളിക്കത്തില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിക്കണ്ടായോ? അവരിങ്ങോട്ട് വിളിച്ചാലേ അമ്മ അങ്ങോട്ട് വിളിക്കാൻ പോണ്ട. പിന്നെ അത് പറ്റത്തില്ല. അവർക്കറിയാം ഞാൻ അവരെ അങ്ങോട്ട് വിളിക്കാറുണ്ടെന്ന്. അല്ല, എല്ലാവർക്കും എന്നെ പൊട്ടിയാക്കണമെന്നല്ലേ ഉള്ളൂ. എന്തോന്നമ്മ ചുമ്മാ ദേഷ്യപ്പെടണേ? ആരടുത്ത് ഇങ്ങനെ ദേഷ്യം കാണിക്കണേ? എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ? ഓ, ദേഷ്യം കാണിക്കാത്ത ഒരാള്. ശ്രീകുട്ട, നീ നിന്റെ ജോലി നോക്കി പോയേ. അമ്മൂമ്മ, കുട്ടുവാമ്മ, ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടാ. ലാസ്റ്റ് പറഞ്ഞു കഴിയുമ്പോ എന്നെ ഇവിടെ നിന്ന് അടിച്ച് ഓടിക്കില്ലേ? പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് പോടെ. അമ്മൂമ്മ, അച്ഛൻ, കുട്ടുമാമൻ, അങ്ങനെയാണ് നിങ്ങൾ 3 പേരാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ച ആൾക്കാർ. കുട്ടുമാമന് പണ്ടൊന്നും ദേഷ്യമില്ലായിരുന്നു, ഈയിടെയായിട്ടാണ് ഈ ദേഷ്യം കൂടുതൽ. അതൊക്കെ നിന്റെയൊക്കെ സ്വഭാവം കാരണം. പണ്ടൊന്നും നിന്റെയൊക്കെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു. കാലം മാറുമ്പോൾ ആൾക്കാരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. പ്രത്യേകിച്ച് വയസ്സാവുമ്പോൾ ദേഷ്യം പെട്ടെന്ന് കൂടും. ആർക്കടാ വയസ്സായത്? ഞാൻ കുട്ടുമാമന്റെ കാര്യമല്ല പറഞ്ഞത്. നീ ബാലുച്ചേട്ടനെ പോലെ കാതികനായാടേ. അവൻ പൊതുതത്വത്തിന്റെ ആളല്ലേ?
എൻ്റെ സ്വഭാവം മാറിൻ്റെ അന്നേ നിന്റെ തത്വസംഹിത ഞാൻ തിരുത്തി കുറിയും. അല്ലെങ്കിൽ ഇവൻ പറയണ ആരെങ്കിലും കാര്യമായിട്ട് എടുക്കോ ശ്രീ? അമ്മ ഇവിടെ വന്നിരിക്കണ, നമ്മൾ അകത്ത് ഫുള്ളും നോക്കി. ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വന്നോളൂ. എന്നാ ശരി, ഞാൻ പോണു. അമ്മ ഇതോടെ പോണു? അല്ല, അമ്മയ്ക്കല്ലേ സ്വസ്ഥത വേണമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഇവിടെ നിൽക്കണം. എന്തരമ്മായി ഒരുമാതിരി അമ്മൂമ്മ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ? എടാ, അമ്മയ്ക്ക് എന്തോ ടെൻഷനുണ്ട്, അതൊട്ട് പറയണില്ല. അമ്മ പറ, എന്താണ് അമ്മയുടെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആരോടും പരിഹരിക്കാൻ ഞാൻ വരാനും പറയാറില്ല. അല്ല, അമ്മൂമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല എന്നല്ല, ആരെയും കിടത്തി ഉറക്കില്ല എന്ന് വേണം പറയാൻ. അല്ലേ മാമ? ശ്രീ, എന്നോട് അവന്റെ ജോലി നോക്കി പോകാൻ പറഞ്ഞേ. ഡേ ചുമ്മാ വായിൽ ഇങ്ങനെ കേൾക്കാതെ കയറി പടേ അങ്ങോട്ടും അങ്ങോട്ടും. അങ്ങനെ എടാ, നീ എന്നോടാന്ന് ദേഷ്യപ്പെട്ടെ അവനോടാന്ന് ദേഷ്യപ്പെട്ടെ? എനിക്ക് ആരുടെ ദേഷ്യമൊന്നുമില്ല. ചേച്ചു ഒരു വാ പോം. ഓ, എല്ലാരും അങ്ങ് പോവാ ഇല്ലയോ? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നോട്ടെന്നില്ലയോ? എന്തുവാടാ നോക്കി പഠിപ്പിക്കുന്നേ? യോ പോണേ. ഫോൺ അടക്കുന്ന അടിക്കുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ലേ? നീ ആ ഫോൺ എടുത്ത് തോട്ടിലോ പാറമടലോ കൊണ്ട് കളാ. എന്ത് വർത്താനം പറയണേ? അപ്പൂപ്പനായിരിക്കും, തിരിച്ചു വിളിക്കും. എനിക്കിപ്പം വിളിക്കാനൊന്നും വയ്യ. ഇതെന്താണ്? ആ അമ്മൂമ്മ എന്തൊക്കെയോ പറയണു. ഇതെന്ത് പ്രശ്നം അമ്മ? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്താണ്? അപ്പൂപ്പ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നു, അമ്മൂമ്മ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്നു. ശ്രീകുട്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ മിക്കവാറും എങ്ങോട്ടെങ്കിലും പോവും. പോയി കഴിഞ്ഞാ എന്നെ തേടി ഒറ്റ ഒരെണ്ണം വന്നേക്കരുത്. ചേച്ചി എന്തോന്ന് ചോദിച്ചു അമ്മ പറയണേ? അമ്മ, എനിക്ക് ഒരിടത്തും സ്വസ്ഥത കിട്ടുന്നില്ല. വീട്ടിലും കിട്ടണില്ലേ? അപ്പോ അതല്ലയോ ഇപ്പൊ പറഞ്ഞത്. ഇതെന്തോന്ന് കാര്യം? കാര്യം ഞാൻ പറയാം. അപ്പൂപ്പനായിട്ട് ചെറുതായിട്ടൊന്ന് ഉരസി അവിടെ നിന്ന് വഴക്കാക്കിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോന്ന്. കറക്റ്റ് അല്ലേ? അല്ലെങ്കിലും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ നീ മിടുക്കിയാണല്ലോ. എന്തിനാണ് അച്ഛനോട് വഴക്കിട്ട് പോകണേ എപ്പോഴും ഇങ്ങനെ? അച്ഛനാണെങ്കിൽ ആവശ്യമില്ലാതെ ഒന്നും പറയുകയുമില്ല. അത് ശരിയാണ്. ഇപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, എന്നെ മോളേന്ന് വിളിച്ച് എന്തെങ്കിലും മേടിച്ച് കഴിക്കുമെന്ന് പറയും, വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് പറയും, അങ്ങനെയൊക്കെ ചോദിക്കൂലേ അച്ഛൻ? അപ്പൊ ആ കാര്യത്തിൽ വേറെ ലെവലാണ് കേട്ടാ. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ആദ്യം എന്നെ തലവടി, പിന്നെ കുറച്ചേരൊക്കെ സംസാരിച്ച് ലാസ്റ്റ് പോകാൻ സമയത്ത് 500 രൂപ എടുത്ത് വെച്ച് വരികയും ചെയ്യും, ആരും കാണാതെ. ആ നാട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഒന്ന് പുറത്ത് അമ്പലത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നവരെല്ലാവരും ചോദിക്കും, കുട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചുമോളല്ലേ കൊച്ചുമോളല്ലേ. അത് മാത്രോ, നാട്ടുകാർക്കൊക്കെ അപ്പൂപ്പന് എന്തൊരു ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. തിരിച്ച് അങ്ങോട്ടും എല്ലാവരെയും സഹായിക്കും. അത് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും. കേൾക്കണം അമ്മായി, ഇപ്പൊ നമ്മുടെ പടവലത്തെ വീട്ടിലെ അപ്പൂപ്പന്റെ അടുത്ത് ആൾക്കാരൊക്കെ അന്വേഷിച്ച് വരുവൊക്കെ ചെയ്യും, ഈ ജോലി ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴാണെങ്കിൽ അപ്പൂപ്പന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. തേങ്ങയും ചക്കയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പറമ്പിനടുത്തുള്ള താമസക്കാർക്ക് കൊടുത്തിട്ടേ അച്ഛൻ എന്തെങ്കിലും ചെയ്യും. പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്നപ്പോ അയ്യോ, പണിക്കാർക്ക് ഈ പൈസയും നെല്ലും കൂടി അടച്ച കൊടുക്കണേ അല്ലേ? പിന്നെ നെല്ലാണെങ്കിൽ എല്ലാം ഒന്നും എടുക്കുകയൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളതിനെ എടുത്തിട്ട് ബാക്കി പത്തായത്തിൽ സൂക്ഷിക്കും. എന്തിനാണെന്നറിയാമോ? ക്ഷാമമൊക്കെ വരുമ്പോൾ ഈ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാമല്ലോ. പാവച്ചൻ എന്തെല്ലാം ഉപകാരങ്ങളാ നാട്ടുകാർക്കൊക്കെ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടവുമാണ് അച്ഛനെ. ഇങ്ങനെ ഒരു പുണ്യ മനസ്സുള്ളത് കൊണ്ടാണ് ഈ പ്രായത്തിൽ അപ്പൂപ്പന് ഇങ്ങനെ ചുറുചുറുക്കോടെ പണിയെടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നത്. ഇനിയുണ്ടല്ലോ, ഞാൻ എല്ലാ ദിവസവും അപ്പൂപ്പൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വഴിപാടൊക്കെ കഴിക്കും. ഇപ്പൊ കുറെ ആയില്ലേ അമ്മ നമ്മൾ വഴിപാടൊക്കെ കഴിച്ചിട്ട് അപ്പൂപ്പന്റെ പേരില്? വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട് ഉണ്ടല്ലേ? പിന്നെ അതൊന്നും കഴിക്കണ്ടെന്നിരിക്കണുണ്ട്. ഓ, വരിയായിട്ട് അപ്പൂപ്പന്റെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കുവാന്നല്ലോ. ഇതിനൊക്കെ വിപരീതമാണ് ഞാനെന്നല്ലേ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ നിങ്ങളൊരു കാര്യം കേട്ടോ, അപ്പൂപ്പൻ ഇപ്പൊ ഭയങ്കര ദേഷ്യവും ഭയങ്കര ചാട്ടവാ. ഒന്ന് ചുമ്മാ തരുന്ന അമ്മ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറയാണ്ട്. ഒന്നും മിണ്ടായി വെച്ചേ. ഇപ്പോഴേ അപ്പൂപ്പൻ സദാസമയം എന്നോട് ചാടിക്കടിച്ചോണ്ടിരിക്കുക. അതിന് പ്രത്യേകിച്ച് കാര്യവും കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും നിസ്സാര കാര്യം ഉണ്ടായ പോലും എന്നോട് ചാടിക്കടിച്ചോണ്ട് വരും. സഹിച്ച് നിൽക്കുക. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഭർത്താവെ മക്കളെന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ച സ്ത്രീയാ ഞാൻ. എന്നെ ഇങ്ങനെ ദ്രോഹിച്ചാലുണ്ടല്ലോ ഈശ്വരൻ പോലും പൊറുക്കത്തില്ല. ആരും ഒന്നും മിണ്ടാത്ത എന്താ? എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലേ? ഇപ്പോഴും എല്ലാരും അപ്പൂപ്പന്റെ കൂടാണോ? എനിക്കല്ലെങ്കിലും അറിയാം എന്റെ കൂടെ ആരും ഇല്ലെന്ന്. എനിക്ക് ആരും വേണ്ട. എല്ലാരും ഇപ്പോഴും നിങ്ങൾ എല്ലാരും
അറിഞ്ഞുകൂടാന്ന് എനിക്ക് മനസ്സിലായി.